ജൂണിൽ ഒപ്പിട്ട 60 ദിവസത്തെ ഇറാൻ-US ധാരണാപത്രത്തിന്റെ കാലാവധി ഞായറാഴ്ച കഴിയാനിരിക്കെ ചരക്കുനീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച മട്ടാണ് ഹോർമുസ് കടലിടുക്കിൽ. അതായത് അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം രൂക്ഷമായതോടെയാണ് നിലവിലെ പ്രതിസന്ധി കടുത്തത്. കഴിഞ്ഞ ദിവസം ഇറാൻ അനുമതിയോടെ ഒരു കപ്പൽ മാത്രമാണ് ഇതിലൂടെ കടന്നുപോയത്. ശരാശരി 140 കപ്പലുകൾ ദിവസേന കടന്നുപോയിരുന്ന സ്ഥാനത്താണ് ഈ ഒരു കപ്പൽ കടന്നുപോകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇറാൻ സമുദ്രപാതയിൽ 7 കപ്പലുകൾ കൂടി അനുമതി കാത്തുകിടക്കുകയാണ്. ഇറാൻ-US സമാധാനത്തിനായുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഹോർമുസ് തുറക്കാനുള്ള ജൂണിലെ കരാർ ഒപ്പിട്ട് ദിവസങ്ങൾക്കകം തന്നെ പൊട്ടിപ്പാളിസായി. ഇതോടെ സംഘർഷം വീണ്ടും ആരംഭിച്ചു. പുതിയ കരാറിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രി മുഹസിൻ നഖ്വി ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനുമായി ചർച്ചകൾ നന്നായി നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത്. ചൊവ്വാഴ്ച ഇറാൻ തുറമുഖത്തേക്ക് പോയ ചരക്കു കപ്പലിനു നേരെ US സേന വെടിയുതിർത്തിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും അവകാശവാദവുമായാണ് പിന്നെ ട്രംപ് എത്തിയത്. ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്നും തന്ത്രപ്രധാനമായ ജലപാത ഇനി US കൈവശം തന്നെയായിരിക്കും എന്നായിരുന്നു ട്രംപ് പറഞ്ഞു വെച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നും ഞങ്ങൾ അത് നിലനിർത്തുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. US നാവികസേനയുടെ ഉപരോധം ഉരുക്കുമതിൽ പോലെയാണ്. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ശേഷിയൊന്നും ഇറാനില്ലെന്നും ഇറാൻ യാതൊന്നും ചെയ്യാനുള്ള ശേഷി അവരുടെ കയ്യിലില്ല എന്ന്, സാമ്പത്തികമായി അവർ വളരെ പിന്നോക്ക അവസ്ഥയിലാണ് നിൽക്കുന്നു എന്നാണ് ട്രംപ് ഇറാനെ ആക്ഷേപിക്കുന്നത്. അവർക്ക് ആകെയുള്ളത് കുറെ വ്യാജ വാർത്തകളാണ്. കൂടാതെ 300% പണപ്പെരുപ്പം. മാത്രമല്ല, സ്ഥിതി കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും. ഇറാൻ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പശ്ചിമേഷ്യയിലെ ഉപദ്രവകാരികൾ ഇനിയൊരു ഇവർ പശ്ചിമേഷ്യയിലെ ഉപദ്രവകാരികളാണെന്നും ഇവർക്ക് ഇനിയൊരു നിലനിൽപ്പില്ല എന്നും അല്ലാഹുവിനു സ്തുതി എന്നാണ് ട്രംപ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ഇറാനെ താൻ വിശ്വസിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഞാൻ ഇറാനെ വിശ്വസിക്കുന്നുവെന്നാണോ നിങ്ങൾ പറയുന്നതെന്നും ഇറാനെ വിശ്വസിക്കുന്നു എന്ന അവസാന വ്യക്തിയായിരിക്കും അങ്ങനെയാണെങ്കിൽ താൻ എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ അവകാശവും നിയന്ത്രണ അധികാരവും തങ്ങൾക്കാണെന്ന് നേരത്തെ പലതവണ ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തെ തള്ളിക്കളയുകയാണ് ഇറാൻ. പാതയുടെ ഭൂരിഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടെയാണ് US മറുപടിയുമായി ഇറാൻ എത്തിയത്. തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കില്ല എന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ തലവനായി നിയമിതനായ മൊഹസിൻ റസായി മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. യുദ്ധവും ഉപരോധവും US അവസാനിപ്പിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ തുറക്കില്ല. മാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ട് നൽകണം. ലെബനിലും ഗാസയിലും ഉൾപ്പെടെ വെടിനിർത്തലിന് തയ്യാറാകണം. ഇതെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഹോർമുസ് പൂർണ്ണമായും തുറക്കൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ വഴിയെ US വന്നാൽ മാത്രമേ ഹോർമുസ് എന്ന ട്രംപിന്റെ സ്വപ്നം സാക്ഷാത്കാരമാവുകയുള്ളൂ എന്നത് അർത്ഥം.